ഇത് ഇമേജ് സീക്വൻസ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യണോ അതോ വീഡിയോ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യണോ എന്നുള്ളതാണ്. വീഡിയോ ഫയൽ യൂസ് ചെയ്യുമ്പോൾ കംപ്രഷൻ ഉണ്ടാവും, കളർ ഷിഫ്റ്റ് വരും, ട്രാക്കിംഗ് ഗ്ലിച്ച് ആകും. ബട്ട് ഇമേജ് സീക്വൻസ് ആണ് ബെസ്റ്റ്. ഫ്രെയിം ബൈ ഫ്രെയിം സേവ് ചെയ്യുന്നു, കളർ സ്റ്റേബിൾ ആണ്, ഈവൻ കറപ്റ്റ് ഫ്രെയിം വന്നാലും ബാക്കിയുള്ള ഫ്രെയിംസ് സേഫ് ആണ്. പ്ലസ് ബ്ലെൻഡർ ഫാസ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും. ഈ വീഡിയോനെ ഇമേജ് സീക്വൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് വേറെ ഒരിടത്തും വേണ്ട, ബ്ലെൻഡറിലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിലേക്ക് നമ്മുടെ ക്ലിപ്പ് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് സെറ്റിംഗ്സിൽ പോയി അതിൻ്റെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്ത് ഫ്രെയിം റേഞ്ച് സെലക്ട് ചെയ്തിട്ട് PNG ഫോർമാറ്റിൽ നമുക്കിതിനെ റെൻഡർ ഔട്ട് ചെയ്യാവുന്നതാണ്. Ctrl F12 ആണ് അനിമേഷൻ റെൻഡർ ചെയ്യുന്നതിനുള്ള ഷോർട്ട് കീ. രണ്ട് മൂവി ക്ലിപ്പ് എഡിറ്റർ ഓപ്പൺ ചെയ്യണം. താഴത്തത് ക്ലിപ്പിൽ നിന്നും ഗ്രാഫിലേക്ക് മാറ്റണം. ഇവിടെയാണ് നമ്മൾ റെൻഡർ ഔട്ട് ചെയ്ത ഇമേജ് സീക്വൻസ് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓപ്പൺ കൊടുത്ത് നമ്മൾ റെൻഡർ ഔട്ട് ചെയ്ത ഇമേജ് സീക്വൻസിൻ്റെ ലൊക്കേഷൻ ആഡ് ചെയ്യുകയാണ്. ഇതിലെ ഓരോ ഓപ്ഷൻസും എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സെറ്റ് സ്ക്രീൻ ഫ്രെയിംസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വീഡിയോ എത്രത്തോളം ഫ്രെയിംസ് ഉണ്ടോ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യുന്നതിനാണ് സെറ്റ് സ്ക്രീൻ ഫ്രെയിംസ് ഉപയോഗിക്കുന്നത്. ഈ പ്രീഫെച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ വീഡിയോ ഒരു പ്രീ റെൻഡറിങ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഇമേജ് സീക്വൻസ് ആയതുകൊണ്ട് ആ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു വീഡിയോ ഒക്കെയാണ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രാഗ് ചെയ്യുമ്പോൾ നല്ല ലാഗാകും. ഈ ലാഗ് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ പ്രീഫെച്ച് കൊടുക്കും. ചില സമയത്ത് ഈ പ്രീഫെച്ച് ആദ്യത്തെ ഒരു കുറച്ച് ഫ്രെയിംസ് മാത്രമേ പ്രീഫെച്ച് ആകും. അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ പ്രിഫറൻസിലെ സിസ്റ്റമിൽ വന്നിട്ട് ഈ മെമ്മറി ക്യാഷ് ലിമിറ്റ് കൂട്ടി വയ്ക്കണം. സാധാരണ 4K ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. ഇമേജ് സീക്വൻസ് ആയതുകൊണ്ട് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു വീഡിയോ ആയിരുന്നെങ്കിൽ ഈ പ്ലേ ബാക്ക് ഇപ്പോൾ എന്തുമാത്രം മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് കാണാമായിരുന്നു. ഈ മാർക്കർ എന്ന് പറയുന്നത് നമ്മുടെ ട്രാക്കിംഗ് മാർക്കേഴ്സ് ആഡ് ചെയ്യുന്നതിനാണ്. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രാക്കിംഗ് പോയിൻ്റ് ആഡ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ കൊടുത്താൽ മതി. ലെറ്റർ ഫീച്ചേഴ്സ് പിന്നെ പറഞ്ഞുതരാം. ഇനി ഒരു 5-6 പോയിൻറ്റ്സ് കൊടുത്തതിന് ശേഷം നമുക്ക് ട്രാക്ക് ചെയ്യാം. ട്രാക്കിംഗ് വളരെ പെട്ടെന്നായി പോയി. ഇതെല്ലാം നമുക്ക് ഒന്നുകൂടി ട്രാക്ക് ചെയ്യാം. ട്രാക്ക് ബാക്ക്വേർഡ്സ് ചെയ്യുമ്പോഴും വളരെ ക്വിക്കായിപ്പോയി. ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്കത് കാണണം, ഓരോ പ്രോഗ്രസ്സും നമുക്ക് കാണണം. അതിനായിട്ട് നിങ്ങൾ കുറച്ച് പോയിൻറ്റ്സ് ആഡ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് പ്രസ് ചെയ്യുമ്പോൾ അത് വരും. അവിടെ ട്രാക്കിംഗ് സെറ്റിങ്സിൽ പോയിട്ട് ഈ സ്പീഡ് എന്നുള്ളത് ഇപ്പോൾ ഫാസ്റ്റസ്റ്റ് എന്നാണ് നടക്കുന്നത്, അത് ഡബിളിലേക്ക് മാറ്റുക. ഇനി ട്രാക്കിംഗ് കൊടുക്കുക. ഇതുണ്ടോ, സ്ലോ ആയിട്ടാണ് പോകുന്നുണ്ടോ? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇവിടെ കുറേ മോഷൻ മോഡലുണ്ട്. ലൊക്കേഷൻ റൊട്ടേഷൻ, സ്കെയിൽ, പെർസ്പെക്റ്റീവ്, അഫൈൻ, ഇങ്ങനെ പലതരത്തിലുള്ള മോഷൻ മോഡൽസ്. ഈ മോഷൻ മോഡൽസിലെ ലൊക്കേഷൻ അത് ആക്ച്വലി ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ചസ് മാത്രമാണ് ട്രാക്ക് ചെയ്യുന്നത്. അതായത് XY ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ്. ഈ സീൻ ട്രാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് ഈ ട്രാക്കിംഗ് പോയിൻ്റ് നമ്മൾ കൊടുക്കുന്ന ഒരേ ഒരു ഇൻഫർമേഷൻ ലൊക്കേഷൻ മാത്രം ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ജെർക്കിംഗ് ഉണ്ടാകുന്നത്. അതായത് ഈ ഹാൻഡ് ഹെൽഡ് ക്യാമറ മൂവ്മെൻറ്റ്, പ്രത്യേകിച്ച് ഒരു വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത സീനൊക്കെ ട്രാക്ക് ചെയ്യാൻ നമുക്ക് ലൊക്കേഷൻ മോഡൽ ഉപയോഗിക്കാം. റൊട്ടേഷൻ, സ്കെയിൽ, ഷിയർ ഇങ്ങനെ ഒന്നും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ജസ്റ്റ് സിമ്പിൾ ക്യാമറ മൂവ്മെൻ്റ് ഉള്ള ഷോട്ട്സിന് മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി ലൊക്കേഷൻ പ്ലസ് റൊട്ടേഷൻ മോഷൻ മോഡൽ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്കിംഗ് പോയിൻറ്റിൻ്റെ റൊട്ടേഷനും ലൊക്കേഷനും നോക്കി ട്രാക്ക് ചെയ്യുന്ന ഒരു മോഷൻ മോഡലാണിത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ടേബിളിൻ്റെ പുറത്തൊരു ഫോൺ വെച്ചിരിക്കുകയാണ്. ആ ഫോണിലേക്ക് ഈ ക്യാമറ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മൂവ് ചെയ്ത് വരുന്ന തരം മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യുന്നതിനായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ഈ ലൊക്കേഷൻ പ്ലസ് സ്കെയിൽ അത് ആക്ച്വലി ഒന്നുമില്ല. ഈ ക്യാമറ ഇങ്ങനെ സ്ലോ സൂം ഇന്നായിട്ട് പോവുകയോ അല്ലെങ്കിൽ സൂം ഔട്ടായി പോവുകയോ ചെയ്യുന്ന തരം സീൻസ് ട്രാക്ക് ചെയ്യാൻ. അതായത് ഈ പറയുന്ന നമ്മൾ സെലക്ട് ചെയ്യുന്നൊരു ട്രാക്കിംഗ് പോയിൻറ്റ് വലുതായി വരികയും ചെറുതായി പോവുകയൊക്കെ ചെയ്യുന്ന തരം സിറ്റുവേഷനിലാണ് നമ്മൾ ലൊക്കേഷൻ പ്ലസ് സ്കെയിൽ എന്ന് പറയുന്ന മോഷൻ മോഡൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് റൊട്ടേഷൻ, ലൊക്കേഷൻ, സ്കെയിലൊക്കെ വരുന്നത്. അതായത് ഇപ്പോൾ ഒരു സീനിൽ ലൊക്കേഷൻ പൊസിഷൻ ചേഞ്ച് ആകുകയാണ്, റൊട്ടേറ്റ് ചെയ്യുകയാണ്, സൂം ഇന്നോ സൂം ഔട്ടോ ചെയ്ത് വരികയാണ്. അതായത് XYZ ആക്സിസിൽ എല്ലാ മൂവ്മെൻറ്റുള്ള തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ലൊക്കേഷൻ, റൊട്ടേഷൻ, സ്കെയിൽ ഉപയോഗിക്കുന്നത്. ഇനി അഫൈൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മാത്തമാറ്റിക്കൽ ടേമാണ്. നമുക്ക് ഇവിടെ ഇത് ട്രാക്ക് ചെയ്ത് തന്നെ നോക്കാം എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഈ ഒരു ട്രാക്കിംഗ് പോയിൻ്റ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ട്രാക്ക് ഫോർവേഡ്, ട്രാക്ക് ബാക്ക്വേഡ് ഒക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് എന്താണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അതായത് ഇത് ലൊക്കേഷൻ, റൊട്ടേഷൻ,
സ്കെയിൽ അങ്ങനെയുള്ളതെല്ലാം ട്രാക്ക് ചെയ്യും. അതുകൂടാതെ അഫൈൻ മോഡൽ ഷിയർ എന്നൊരു അഡ്വാൻസ് മൂവ്മെൻറ്റ് പോലും ട്രാക്ക് ചെയ്യുന്നു. അതായത് ഒരു സ്ക്വയർ നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന പോലെ ഈ ഒബ്ജക്റ്റ് സ്ക്യൂ ആകുമ്പോഴൊക്കെയുള്ള ട്രാക്കിംഗ്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ട്രാക്കിംഗ് പോയിൻ്റ് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് സ്ക്യൂ ആകുന്നു, അതിൻ്റെ സൈസ് ഒന്ന് കുറയുന്നതൊന്ന് ചെറുതായിട്ട് സ്ട്രെച്ച് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിളിലേക്ക് ട്രാക്ക് ചെയ്യാൻ നമുക്ക് ഈ അഫൈൻ മോഡൽ ഉപയോഗിക്കാം. അടുത്തത് പെർസ്പെക്റ്റീവ് മോഷൻ മോഡൽ. ഇതിനകത്തുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ മോഷൻ മോഡലാണ് പെർസ്പെക്റ്റീവ്. ഇത് നമുക്കൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് ട്രാക്ക് ആകുന്നതെന്നുള്ളത്. ഇത് നോക്കുമ്പോൾ എക്സാക്ട്ലി ലൈക്ക് അഫൈൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ട്രാക്ക് ആകുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ അഫൈൻ ചെയ്യുന്നത് കൂടാതെ കുറച്ചധികം ഫീച്ചേഴ്സ് ഇതിനുണ്ട്. ഒന്നാമതായിട്ട് ലൊക്കേഷൻ, റൊട്ടേഷൻ, സ്കെയിൽ. രണ്ടാമത് അഫൈൻ മോഷൻ മോഡലിൻ്റെ പോലത്തെ ഷിയർ, സ്ക്യൂ അങ്ങനത്തെ സാധനങ്ങളും കൂടി ഇത് ട്രാക്ക് ചെയ്യും. കൂടാതെ ഇത് 3D സ്പേസ് കൂടി കാൽക്കുലേറ്റ് ചെയ്യും. അതായത് പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ പോലും കാൽക്കുലേറ്റ് ചെയ്താണ് ട്രാക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അഫൈൻ മോഡലിൽ കറക്റ്റ് സ്ക്വയർ ഷേപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ പെർസ്പെക്റ്റീവിൽ വന്നപ്പോൾ ആ ട്രാക്കിംഗ് പോയിൻറ്റിൻ്റെ 4.4 എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ഒരു ട്രാക്കിംഗ് പോയിൻറ്റിൻ്റെ ഷേപ്പ് ഉൾപ്പെടെ അത് ട്രാക്ക് ചെയ്തെടുക്കുന്നത്. അതാണ് പല ആംഗിളായിട്ടത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് പെർസ്പെക്റ്റീവിൻ്റെ ഒരു പ്രത്യേകത. ആഫ്റ്റർ ഓൾ ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇതൊക്കെ സീനിനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത്. ലൊക്കേഷൻ ആയിക്കോട്ടെ, ലൊക്കേഷൻ, റൊട്ടേഷൻ, സ്കെയിൽ, അഫൈൻ, പെർസ്പെക്റ്റീവ്, ഏത് മോഷൻ മോഡലായാലും ഇതിൻ്റെയൊക്കെ ഇൻറ്റൻഷൻ ഒറ്റ ഒരു കാര്യം മാത്രമാണ്, നല്ല ക്യാമറ ട്രാക്കിംഗ് റിസൾട്ട് കിട്ടണം. അതിനായിട്ട് നമ്മൾ ഏത് മോഡൽ തിരഞ്ഞെടുത്താലും കുഴപ്പമില്ല. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ട്രാക്കിംഗ് പോയിൻറ്റിനെ സെൻറ്ററിൽ തന്നെ കീപ്പ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാമറയുടെ മോഷൻ കറക്റ്റായിട്ട് ഈ സോഫ്റ്റ്വെയറിന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതേസമയം ഇപ്പോൾ ഈ ട്രാക്കിംഗ് പോയിൻറ്റ് ഇങ്ങനെ വഴുതി മാറി എഡ്ജിലേക്ക് പോകുമ്പോൾ, അതായത് വേറെ എങ്ങോട്ടെങ്കിലും പോയി നിൽക്കുമ്പോൾ ക്യാമറ സോൾവിങ്ങിൽ എറർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് ട്രാക്കിംഗ് ചെയ്യുമ്പോൾ മോഷൻ മോഡൽ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ട്രാക്കിംഗ് പോയിൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ഈ പാറ്റേൺ സൈസ്, സെർച്ച് സൈസ് ഇതെന്തോന്നറിയാമോ? ഇപ്പോൾ നമ്മൾ കുറച്ച് ട്രാക്കിംഗ് പോയിൻറ്റ് സെലക്ട് ചെയ്തു, 21 അതാണ് ഇതിൻ്റെ സൈസ്. അത് മാറ്റി 30 ആക്കി. ഇനി ഒന്നുകൂടി ആഡ് ചെയ്ത് നോക്കിയേ, അതിൻ്റെ സൈസ് മാറി. ഇതാണ് പാറ്റേൺ സൈസ്. ഇത് ഓരോ ട്രാക്കിംഗ് പോയിൻറ്റിനനുസരിച്ച് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെർച്ച് സൈസ് എന്താണെന്ന് വെച്ചാൽ അതറിയുന്നതിന് മുമ്പ് ക്ലിപ്പ് ഡിസ്പ്ലേ വരിക, സെർച്ച് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇതാണ് സെർച്ച്. നമ്മളൊരു ട്രാക്കിംഗ് പോയിൻറ്റ് സെലക്ട് ചെയ്തു. നമ്മളിത് ട്രാക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഒബ്ജക്റ്റിനുണ്ടോ, ഈ ഒബ്ജക്റ്റിനെ സെർച്ച് ചെയ്യുന്ന സെർച്ച് ഏരിയയാണ് ഇത്. ഇതിനകത്ത് എവിടെ ഉണ്ടെങ്കിലും അത് നോക്കി ട്രാക്ക് ചെയ്തെടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് നിന്നു. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഈ സെർച്ച് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്തെടുത്തിട്ട് ഫോർവേഡ് ചെയ്തെടുത്ത് ആ ഒരു ട്രാക്ക്. പ്രീ പാസ് എന്ന് പറയുന്നത് ബേസിക്കലി ട്രാക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് സോഫ്റ്റ്വെയർ ചെയ്യുന്നൊരു പ്രീ ചെക്ക് പോലെയാണ്. നമ്മൾ പുറമേ ഒന്നും കാണുന്നില്ലെങ്കിലും ഈ ഷോട്ടിലെ മൂവ്മെൻറ്റ്, ലൈറ്റ് ചേഞ്ച്, സർഫസ് ഡീറ്റെയിൽസ് ഒക്കെ സോഫ്റ്റ്വെയർ അനലൈസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സോൾവർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ഈ നോർമലൈസ് എന്ന് പറയുന്നത് ഒരു വീഡിയോയിൽ ഇഷ്ടംപോലെ കളർ വേരിയേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുന്നതിനായിട്ടാണ് നോർമലൈസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെപ്പോഴും ടേൺ ഓൺ ആക്കി വെക്കുന്നതാണ് നല്ലത്. ഈ വെയിറ്റ് എന്ന് പറയുന്നത് ട്രാക്കിംഗ് പോയിൻ്റ് ക്യാമറ സോളിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വാല്യൂ ആണ്. ഇതിൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ അത് എഴുതി കാണിക്കും. ഈ ക്യാമറ നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നത് അൺറിലയബിളായിട്ടൊക്കെയുള്ള ഷോട്ട്സിനെ നമുക്ക് കുറച്ച് കുറയ്ക്കാം. അല്ലാതെ അത്യാവശ്യം ഇതുപോലുള്ളൊരു സീനൊക്കെ ആണെങ്കിൽ ഒന്ന് തന്നെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നതാണ് നല്ലത്. ഇനി ഈ കോറിലേഷൻ എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ ഫ്രെയിമും അടുത്ത ഫ്രെയിമും തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് ആ ഒരു ആംഗിളിൽ തന്നെ ട്രാക്ക് ചെയ്യുന്നതിന് പകരം ഈ കോറിലേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഉള്ള ചേഞ്ചസ് പോലും അത് കണ്ടില്ല എന്ന് നടിച്ച് വീണ്ടും അത് ട്രാക്ക് ചെയ്തേക്കും. അത് പ്രത്യേകിച്ചും മോഷൻ ബ്ലറൊക്കെ ഉള്ള ഭയങ്കര നോയ്സൊക്കെ ഉള്ള ഷോട്ടിൽ നമുക്കത് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഈ മാർജിൻ എന്ന് പറയുന്നത് ഒരു ട്രാക്കിംഗ് പോയിൻ്റ് ഇതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത ഫ്രെയിമിൽ ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് ബ്ലെൻഡർ ഉപയോഗിക്കുന്ന പിക്സലുകളുടെ ഏരിയ സൈസിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാണ്ട് ഈ ഒരു പോയിൻ്റ് ഇത് അടുത്ത ഫ്രെയിമിൽ ഇവിടെ നിൽക്കുമ്പോൾ ഇതിനെ കണ്ടുപിടിക്കാൻ ബ്ലെൻഡർ സെർച്ച് ചെയ്യുന്ന അതിന് ചുറ്റുമുള്ള പിക്സൽ സൈസ്, പിക്സൽ ഏരിയാസിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് ഭയങ്കര വേഗത്തിൽ മൂവ് ചെയ്യുന്ന സീൻസൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു കാറ്
അതിനെ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മളിത് കൂട്ടി വയ്ക്കണം, അല്ലാത്തപ്പോൾ ഇത് നോർമൽ എമൗണ്ട് മതി. അപ്പോൾ ഇത്രയുമാണ് ട്രാക്കിംഗ് സെറ്റിങ്സ്. അപ്പോൾ നമുക്കിതൊന്ന് ട്രാക്ക് ചെയ്യാം. പാറ്റേൺ സൈസ് 21 മതി, സെർച്ച് സൈസ് ഒരു 80 ഇരിക്കട്ടെ, ലൊക്കേഷൻ മാറ്റി പെർസ്പെക്റ്റീവ്, ഈ ഫ്രെയിം ടു പ്രീവിയസ് ഫ്രെയിം, നോർമലൈസ്, ഇത്രയും മതി. ഇനി ഡിറ്റക്ട് ഫീച്ചേഴ്സിനെ പറ്റി പറയാമെന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഓരോ പോയിൻ്റായിട്ട് സെലക്ട് ചെയ്യുന്നതിന് പകരം ബ്ലെൻഡർ തന്നെ നമുക്ക് നല്ല കുറച്ച് പോയിൻറ്റ്സ് സെലക്ട് ചെയ്ത് തരും. അതിനാണ് ഡിറ്റക്ട് ഫീച്ചേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സേ കിട്ടിയുള്ളൂ. ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ത്രഷോൾഡ് ഉണ്ടോ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഞാനൊരു 100 പിടിക്കട്ടെ. അതുപോലെ ഡിസ്റ്റൻസ് ഇതും കുറച്ച് കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്യാം. ഞാനൊരു 40-50 പിടിക്കാം. ഇനി നമുക്ക് ട്രാക്ക് ഫോർവേഡ് ചെയ്യാം. ഇതാണ് ട്രാക്ക് ഫോർവേഡ് ബട്ടൺ. ഇത് ട്രാക്ക് ബാക്ക്വേഡ്. ഇത് ഒരു ഫ്രെയിം ട്രാക്ക് ഫോർവേഡ് ചെയ്യാൻ, ഇത് അതിൻ്റെ ഓപ്പോസിറ്റ്. ഇത് ഒരു പർട്ടിക്കുലർ പോയിൻറ്റിന് ശേഷമുള്ള ട്രാക്കിംഗ് പോയിൻറ്റ്സൊക്കെ ഡിലീറ്റ് ചെയ്യാൻ, ഇത് അതിൻ്റെ ബാക്ക്വേഡ്സ്. ഇത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ട്രാക്കിംഗ് പോയിൻ്റ് എവിടെയെങ്കിലും വെച്ച് നമ്മൾ മാനുവലായിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം ഹോൾ സീൻ അത് റിഫൈൻ ചെയ്യുന്നതിനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ്. ഇനി ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ട്രാക്ക് ആകില്ല. നമുക്ക് വേണ്ട പോയിൻറ്റ്സൊക്കെ സെലക്ട് ചെയ്യണം. നമുക്ക് എല്ലാ പോയിൻറ്റ്സും വേണം. കീബോർഡിൽ പ്രസ് ചെയ്യുമ്പോൾ എല്ലാം സെലക്ട് ആകും. ദെൻ ഫസ്റ്റ് ഫ്രെയിമിൽ വരുന്നു ട്രാക്ക് ഫോർവേഡ്. ഇനി വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ പാതി വഴി നിന്നു, കാരണം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത മെജോറിറ്റി പോയിൻറ്റ്സും സീനിൻ്റെ വെളിയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് വീണ്ടും ഡിറ്റക്ട് ഫീച്ചേഴ്സ് കൊടുക്കും, എന്നിട്ട് ട്രാക്ക് ബാക്ക്വേഡ്സ്. ഇനി നമ്മൾ സീനിൻ്റെ ഒരു നടുക്കായിട്ട് വരുന്നു. ഇവിടെയുള്ള കുറേ പോയിൻറ്റ്സ് സീനിൻ്റെ ആദ്യവും അവസാനവും ഒരുമിച്ച് ഒരുപോലെ കാണപ്പെടുന്ന കുറച്ച് പോയിൻറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് അവിടെ വെച്ച് വീണ്ടും ഡിറ്റക്ട് ഫീച്ചേഴ്സ്, ദെൻ ട്രാക്ക് ഫോർവേഡ്, ഫ്രെയിം ഓർത്ത് വയ്ക്കുക 360 വരിക, ട്രാക്ക് ബാക്ക്വേഡ്സ്. അപ്പോൾ നമ്മുടെ ട്രാക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്കിത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് 3D ക്യാമറ ക്രിയേറ്റ് ചെയ്യാൻ. അതിനു മുമ്പ് ചിലർക്ക് കുറച്ച് ഡൗട്ടാണ്, കാരണം എനിക്കുണ്ടായിരുന്നു. ഈ ചുവന്ന പോയിൻറ്റ്സ് ഇതൊക്കെ സീനിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത്. എൻ്റെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ആദ്യം സെലക്ട് ചെയ്യുന്ന മാർക്കർ അവസാനം വരെയും സീനിലുണ്ടായിരിക്കണമെന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒരു തെറ്റിദ്ധാരണ, ഈ ചുവന്ന പോയിൻറ്റ്സ്, ചുവന്ന സ്ക്വയേഴ്സൊക്കെ സീനിനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ആക്ച്വലി എത്ര ഫ്രെയിമാണോ എന്ത് ഓപ്ഷനിലിട്ടാണോ ട്രാക്ക് ചെയ്യുന്നത് അതൊന്നും ഒരു വിഷയമല്ല. ട്രാക്ക് ചെയ്യുന്ന അത്രയും പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്തിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ ഈ ഒരു ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ എത്ര ദൂരം അത് കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ആ പോയിൻ്റ് തന്നെയാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ സീൻ ക്ലിയർ ആകും. ഇവിടെ ഈ സീനിന് എറർ വാല്യൂ കൂടുതലുണ്ടാക്കാൻ ചാൻസ് കൂടുതലെന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ കൂടി ഓടുന്ന ഈ കാറുകൾ അറിയാതെ സെലക്റ്റായി പോവുകയും അത് ട്രാക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് സെപ്പറേറ്റ് ആയിരിക്കും. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എറർ വാല്യൂ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത്തരം പോയിൻറ്റ്സ് ഡിലീറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് പല വഴികളുണ്ടൊന്ന് മാസ്ക് ഉപയോഗിക്കാം. ഏറ്റവും സിമ്പിളെന്ന് പറയുന്നത്, ഈ അനോട്ടേഷൻ വന്നിട്ട് നമ്മൾ അത്രയും പോയിൻ്റ് ഡ്രോ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ഡിറ്റക്ട് ഫീച്ചേഴ്സ് കൊടുത്തായിരുന്നില്ലേ, ഈ ഡിറ്റക്ട് ഫീച്ചേഴ്സ് ഒന്നുകൂടി കൊടുക്കുമ്പോൾ അതിൻ്റെ ഇവിടുത്തെ ഈ ഓപ്ഷൻ ഹോൾ ഫ്രെയിം മാറ്റി ഔട്ട്സൈഡ് അനോട്ടഡ് ഏരിയ എന്ന് കൊടുക്കുക. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ഏരിയ ഒഴിച്ചുള്ള എല്ലാ പോയിൻറ്റും സെലക്ട് ആകും. ആ പോയിൻറ്റ്സിനെ വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാം, അതിൻ്റെ സോൾവ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇത്രയും പോയിൻറ്റ്സ് സെലക്ട് ആകാതിരിക്കുന്നത് കൊണ്ട് തന്നെ എറർ വാല്യൂ കുറയും. ഈ ഗ്രാഫ് ഉണ്ടോ, ഗ്രാഫ് അത്യാവശ്യം നല്ല കറക്റ്റായിട്ടാണ് പോയിരിക്കുന്നത്. നമ്മൾ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചൊക്കെ മാനുവലായിട്ട് സോൾവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇതൊക്കെ വേണ്ടാത്ത കുറച്ച് ഇതാണ്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ എന്താണ് പ്രശ്നമെന്നുള്ളത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം. കണ്ടോ, ഇതൊക്കെ എറർ വാല്യൂസാണ്. നമ്മളതൊക്കെ സെലക്ട് ചെയ്യുക, കീബോർഡിൽ എക്സ് പ്രസ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അടുത്ത് നമ്മൾ സോൾവ് ചെയ്യാനാണ് പോകുന്നത്. ആദ്യം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഈ ക്രിയേറ്റ് പ്ലെയിൻ ട്രാക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ക്യാമറ ഒന്നും ട്രാക്ക് ചെയ്യേണ്ട, പകരം ഏതെങ്കിലും ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു 2D ഇമേജ് ആഡ് ചെയ്യണം. അത്തരം കേസസിലാണ് നമ്മൾ ക്രിയേറ്റ് പ്ലെയിൻ ട്രാക്ക് ഉപയോഗിക്കുന്നത്. ഈ ട്രൈപോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ,
ഫോർവേഡ് ബാക്ക്വേഡ് ആക്ഷനൊന്നുമില്ല. ട്രൈപോഡിലാണ് ഈ ക്യാമറ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റ് റൊട്ടേഷനും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എന്നുള്ളത് ബ്ലെൻഡറിനെ ഇൻഫോം ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. ഈ കീ ഫ്രെയിം എന്ന് പറയുന്നത് ഏത് ഫ്രെയിം വരെയുള്ള ഫ്രെയിംസ് വേണം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് എടുക്കേണ്ടതെന്ന് ബ്ലെൻഡറിന് ഇൻഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് 130 കീ ഫ്രെയിം എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടുപിടിച്ചോളും. നമ്മളിത് മാനുവലായിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഒരു ക്യാമറയ്ക്ക് നല്ല രീതിക്ക് പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ഉണ്ടാകുന്ന ഫ്രെയിംസ് കൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോക്കൽ ലെങ്ത് പറയുന്നത് അറിയാമല്ലോ, പല ഫോക്കൽ ലെങ്ത്തിലാണ് നമ്മൾ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എനിക്ക് അറിയില്ല. അറിയാത്ത സ്ഥിതിക്ക് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അറിയാമെങ്കിൽ മാനുവലായിട്ട് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. അതുപോലെ ഓപ്റ്റിക്കൽ സെൻറ്റർ, അത് ക്യാമറയുടെ ലെൻസിൻ്റെ സെൻറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. അതും എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് പക്ഷേ നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം വേണം എനേബിൾ ചെയ്ത് കൊടുക്കുക. റേഡിയൽ ഡിസ്റ്റോർഷൻ, ഫിഷ് ഐ പോലത്തെ ലെൻസൊക്കെ ഉണ്ട്. കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, അതിനെ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യും. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയൽ ഡിസ്റ്റോർഷൻ എനേബിൾ ചെയ്യുന്നത്. ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ സോൾവ് ക്യാമറ മോഷൻ കൊടുക്കുന്നത്. നമുക്ക് ക്യാമറ സോൾവ് ചെയ്യാം. ഫോക്കൽ ലെങ്ത്, റേഡിയൽ ഡിസ്റ്റോർഷൻ. ഇവിടെ പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് കൂടുതലായിട്ടുണ്ടാകുന്നത് ഞാൻ കണ്ടത് 100 to 300. അപ്പോൾ അതുകൊണ്ട് 100, 300 ദെൻ സോൾവ് കൊടുക്കുക. സോൾവിങ് വാല്യൂ എപ്പോഴും 1ൽ താഴെ ആയിരിക്കണം. 1ൽ താഴെയാണെങ്കിൽ ഗുഡ്, 0.5ൽ താഴെയാണെങ്കിൽ പെർഫെക്റ്റ്. 0.5ൽ താഴെ വളരെ റെയറായിട്ട് വരുള്ളൂ. ഒരു 0.5, 0.6 ആ ഒരു റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ഇനിയിപ്പോൾ ക്യാമറ സോൾവ് ചെയ്യുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എത്രയാണ് വാല്യൂ എന്ന് നോക്കാം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 0.69 കിട്ടിയിരിക്കുന്നത്. കാരണം ആ ഗ്രാഫ് അത്രയ്ക്കും സ്റ്റേബിളായിരുന്നു. നമ്മൾ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ ക്ലീനപ്പ് സെക്ഷൻ ഇനി ഞാൻ എങ്ങനെ പറയും? ഇനി പറയാം. ഇവിടെ ഇപ്പോൾ 0.69. ഇതൊരു 5 or 6 ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ എറർ വാല്യൂ അത് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് തന്നെ സെലക്ട് ചെയ്ത് തരും എത്രയാണ് ഈ 5ന് മുകളിലുള്ള, അതായത് 5 വരെയൊക്കെയുള്ള പോയിൻ്റ് സെലക്ട് ചെയ്യുന്നു. നമ്മളിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ട്രാക്ക് ചെയ്യണോ, ഡിലീറ്റ് സെഗ്മെൻറ്റ് ചെയ്യണോ, അങ്ങനെയുള്ളൊരു സെലക്ഷൻ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 0.69, 0.5 അടിക്കുക, എന്നിട്ട് ക്ലീൻ ട്രാക്സ് എടുക്കുക. കേട്ടോ, നല്ല വാല്യൂസ് ഉണ്ടായിരുന്ന അതാണ്, അതെല്ലാം പോയി. അതാണ് ഇവിടെ നമ്മൾ എറർ കൊണ്ട് ഉപയോഗിക്കുന്നത്. എനിവേ ഇതിൻ്റെ എറർ വാല്യൂ കാണണമെങ്കിൽ ക്ലിക്ക് ഡിസ്പ്ലേ, ഇവിടെ വന്ന് ഇൻഫോ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അറിയാം ഏതൊക്കെയാണ് എന്തൊക്കെയാണ് വാല്യൂ എന്നുള്ളത്. എനിവേ ക്ലീനപ്പ് ട്രാക്ക് അത്രയേ ഉള്ളൂ. നമ്മൾ ക്യാമറ സോൾവ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒപ്റ്റിക്കൽ സെൻറ്റർ, അതൊന്നും കൂടി ചെയ്യുക. സോൾവ് ക്യാമറ മോഷൻ കൊടുക്കുക. അടുത്തത് നമുക്കിനി ഒരു 3D സീൻ ക്രിയേറ്റ് ചെയ്യാം. അതിനൊരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ 3D വ്യൂ പോർട്ട് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ സെറ്റസ് ബാക്ക്ഗ്രൗണ്ട്, സെറ്റപ്പ് ട്രാക്കിംഗ്. ഇനി ഇതിനകത്ത് പ്രസ് ചെയ്യുക. Ctrl+0 അടിക്കുമ്പോൾ ഒക്കെ ക്യാമറ വ്യൂയിലേക്ക് പോകും. വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് മോഷൻ ട്രാക്കിനെ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് റിഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഈ പോയിൻറ്റ്സാണ് ഈ എംറ്റീസ് ആയിട്ട് കിടക്കുന്നത്. 3D മാർക്കേഴ്സ് ടു മെഷർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ട്രാക്കിംഗ് പോയിൻറ്റ്സ് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ 3D മാർക്കേഴ്സ് ടു മെഷർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും ഒബ്ജക്ട്സ് അത് മെഷിലേക്ക് കൺവേർട്ട് ആകും. കാരണം അതൊരു എംറ്റീസ് ആയിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ട്രാക്കിംഗ് പോയിൻറ്റ്സ് ആയിട്ടാണ് കിടക്കുന്നത്. അത് കൺവേർട്ട് ആയതിനു ശേഷം ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിലേക്ക് പോകുക. എന്നിട്ട് അവിടെ മെഷ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കോൺവെക്സ് ഹൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും ഭാഗം ഒരു മെഷായിട്ട് നമുക്ക് കിട്ടും. ഇത് പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് ട്രാക്കിംഗ് പോയിൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് പ്ലെയിനായിട്ടൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. ലിങ്ക് എം ടി ടു ട്രാക്ക് എന്ന് പറയുന്ന പേര് പോലെ തന്നെ എംറ്റീസിനെ ഒരു ട്രാക്കിംഗ് പോയിൻറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനാണ്. പ്രത്യേകിച്ച് വല്ല ഒബ്ജക്റ്റും ഏതെങ്കിലും ഒരു ട്രാക്കിംഗ് പോയിൻറ്റുമായിട്ട് പാരൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ 3D ക്യാമറയും 3D സീനുമായിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്യണം. നമ്മളിതിനകത്ത് നോക്കുമ്പോൾ കാണാം വേറെ പെർസ്പെക്റ്റീവാണ് രണ്ടും. അത് തമ്മിൽ മാച്ച് ചെയ്യുന്നതിനായിട്ട് ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു പോയിൻ്റ് സെലക്ട് ചെയ്യുക, സെറ്റ് ഒറിജിൻ കൊടുക്കുക. യൂഷ്വലി ഫ്ലോർ ആയിട്ട് നമുക്ക് തോന്നുന്ന പോയിൻ്റ് വേണം സെലക്ട് ചെയ്യാൻ. ഞാൻ സെറ്റ് ഒറിജിൻ കൊടുക്കുന്നു. ഇതിപ്പോൾ സെറ്റ് ഒറിജിൻ കൊടുത്തപ്പോൾ സീൻ വളരെ വലുതായി. അപ്പോൾ നമ്മളത് ആ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഈ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇത് ഈ 1 എന്ന് പറയുന്നത് 1 മീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഒരു 1 മീറ്റർ ഡിസ്റ്റൻസ് നോക്കാം. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 10 മീറ്റർ കാണുമെന്ന് വിചാരിക്കുക.
10 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെറ്റ് സ്കെയിൽ കൊടുക്കുക. അത് ഒരുവിധം കറക്റ്റായി തോന്നുന്നു. ഫ്ലോർ ആണെന്ന് നമുക്ക് തോന്നുന്നൊരു 3 പോയിൻ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്ലോർ പ്രസ് ചെയ്യുക. ഇതിപ്പോഴും അലൈനായിട്ടില്ല. കുറേ നേരം ഇതിൻ്റെ പുറകെ നിന്ന് വേണം നമുക്കിത്. ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് കഴ്സർ നമ്മൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ 3D കഴ്സർ എന്ന ഓപ്ഷനിലേക്ക് ഇത് മാറ്റുക. ക്യാമറ സെലക്ട് ചെയ്യുക. ക്യാമറ ഇവിടെ വന്നതിന് ശേഷം ക്യാമറയുടെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് R റൊട്ടേറ്റ് ചെയ്യുക. അത് XYZ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ സീനുമായിട്ട് വരുന്ന രീതിയിൽ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴ്സറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ സീനുമായിട്ട് അലൈൻ ചെയ്യാനായിട്ട് ഉപകരിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഇനി അടുത്ത പരിപാടി ഇതിനകത്ത് 3D ഒബ്ജക്ട്സ് മോഡൽ ചെയ്യാനൊക്കെ ഉള്ളതാണ്. അതിന് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു റഫ് സീൻ 3D ചെയ്യണം. ഇപ്പം നേരത്തെ പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഫോർ എക്സാമ്പിൾ ആ കൈവരി അത്രയും നമുക്ക് മോഡൽ ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇത്രയും സെലക്ട് ചെയ്ത് എന്നിട്ട് ഷിഫ്റ്റ് F2 പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മൂവി ക്ലിപ്പ് എഡിറ്ററിലേക്ക് പോകാം. ഇവിടെ സോൾവിൽ 3D മാർക്കേഴ്സ് ടു മെഷ് നമ്മൾ ചെയ്യുന്നു. വീണ്ടും വ്യൂ പോർട്ടിലേക്ക് വരുന്നു. ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിലേക്ക് പോകുന്നു. മെഷ് കോൺവെക്സ് ഹാൾ. ഇനി ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇത് വെച്ച് നമുക്കൊരു ഹോൾ സീൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അത് നമുക്കൊന്ന് സ്പീഡപ്പായിട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ സീനിനെ ബേസ് ചെയ്തൊരു റഫ് മോഡൽ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ. ഞാൻ ഈ ട്യൂട്ടോറിയലിൻ്റെ പ്രിവ്യൂ ഇട്ടപ്പോൾ ഒരു പരിപാടി കാണിച്ചിരുന്നു. 3D പ്രൊജക്ഷൻ നമ്മുടെ ഈ വിഷ്വൽ ഈ മെഷിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്കിനി അടുത്തത് നോക്കാനുള്ളത്. അത് ഒരുപാട് കാര്യങ്ങളിൽ ഉപകരിക്കപ്പെടും. നമുക്ക് ലൈവ് കമ്പോസിറ്റിംഗ് ചെയ്യാനും അത് വളരെയധികം യൂസ്ഫുള്ളാണ്. സാധാരണ രീതിയിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഷെയ്ഡിങ് മോഡിലേക്ക് പോകുന്നു. Ctrl+T പ്രസ് ചെയ്യുമ്പോൾ ഈ നമുക്ക് ഇമേജ് അല്ല, ഇത് വീഡിയോ ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ സാധനം എടുത്ത് കളയുക, നമുക്കത് വേണ്ട. സർഫസിലേക്ക് നേരെ കണക്ട് ചെയ്തിട്ട് ഓപ്പൺ ഇമേജ് സീക്വൻസ്. ആ ഇമേജ് സീക്വൻസ് ആഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സിംഗിൾ ഇമേജ് അല്ല, ഇമേജ് സീക്വൻസ് ആണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രെയിം നമ്പർ അങ്ങ് കൂട്ടി വയ്ക്കുക. സൈക്ലിക്, ഓട്ടോ റിഫ്രഷ് ഇതെല്ലാം കൊടുക്കണം. ഞങ്ങൾ നോക്കുക. ചെയ്തത് എന്താണെന്ന് മനസ്സിലായോ? നമ്മളിതിനെ അൺറാപ്പ് ചെയ്തില്ല. സാധാരണഗതിയിൽ ഞാൻ ചെയ്യുന്നത് ടാബ് സെലക്ട് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു, ക്യൂ പ്രൊജക്ഷൻ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തില്ല, പകരം ആ ടെക്സ്ചർ ആഡ് ചെയ്തു. ഇനി എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ജിയോമെട്രി സെലക്ട് ചെയ്തിട്ട് മോഡിഫയറിലേക്ക് വന്നിട്ട് ഒരു മോഡിഫയർ ഉണ്ട്, UV പ്രൊജക്റ്റ്. ഈ UV പ്രൊജക്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ UV മാപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ക്യാമറ. അപ്പോൾ ഇത് സ്ക്രീനിനകത്ത് ഫിറ്റായി നിൽക്കുന്നില്ല, പകരം വെളിയിലേക്കൊക്കെ പോയിരിക്കുകയാണ്. അതെന്താ സംഭവം എന്നറിയോ? നമ്മളിവിടെ വന്നിട്ട് ഔട്ട്പുട്ട് സെറ്റ് ചെയ്ത് നോക്കുക. 1920 1080 ആണ് റെസൊല്യൂഷൻ. ഇവിടെ വന്നിട്ട് ഈ ആസ്പെക്ട് റേഷ്യോയിൽ പ്രസ് ചെയ്തിട്ട് 1920 / 1080 പ്രസ് ചെയ്ത് കൊടുക്കുക. റെഡിയായി. എന്നാലും ഇത് ആക്യുറേറ്റ് ആയില്ല. മാത്രമല്ല ഇത് റിപ്പറ്റേറ്റീവായിട്ട് വരികയാണ്. റിപ്പറ്റീവ് മാറ്റിയിട്ട് ക്ലിപ്പ് കൊടുക്കുക. എന്നിട്ടും ഒരുമാതിരിയൊക്കെ ഇരിക്കുകയാണ്. എന്താ കാര്യം? ടാബ് പ്രസ് ചെയ്യുക. എഡ്ജ് ലൂപ്സ് ആവശ്യത്തിനനുസരിച്ച് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സബ്ഡിവൈഡ്, റൈറ്റ് ക്ലിക്ക് സബ്ഡിവൈഡ്, റൈറ്റ് ക്ലിക്ക് സബ്ഡിവൈഡ്. ഇപ്പോൾ ശരിയായി. എന്നിട്ടും ശരിയായിട്ടില്ല, ഉണ്ടോ? വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഇവിടെയൊക്കെ കുറേ എഡ്ജ് ലൂപ്സ് ആഡ് ചെയ്യുന്നതല്ലേ ശരിയാവുള്ളൂ. പക്ഷേ ഈ സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇതൊക്കെ ഭയങ്കര ഹൈ പോളി, റെൻഡർ ചെയ്യാൻ പോലും നല്ല സമയമെടുക്കും, മോഡൽ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെയുള്ള കേസിലാണ് ഇയാൻ ഹ്യൂബർട്ടും പുള്ളിയുടെ കൂട്ടുകാരനായ നെഥാൻ എന്ന് പറയുന്ന 2 പേരിൻ്റെ രംഗപ്രവേശം. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇതൊന്നും എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ല, ഇതെല്ലാം ഞാൻ അവരുടെ ട്യൂട്ടോറിയൽ കണ്ട് മനസ്സിലാക്കിയതാണ്. നമ്മൾ Ctrl Z അടിക്കുക. ഇത്രയും സബ്ഡിവിഷനൊന്നും നമുക്ക് വേണ്ട. ഈ സാധനം അങ്ങനത്തെ കളയുക. എന്നിട്ട് നമ്മൾ കോംപിഫൈ എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ ഉപയോഗിക്കും.
അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. ആദ്യം ക്രോമിൽ പോവുക, കോംപിഫൈ ആഡ് ബ്ലെൻഡർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈറ്റ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്നൊരു ഗിറ്റ് ഹബ് നെയിം കാണും. അതാണ് ക്ലിക്ക് ചെയ്യാനുള്ളത്, ആദ്യത്തേതല്ല രണ്ടാമത്തത്. എന്നിട്ട് ഈ കോഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് സിപ്പ് കൊടുക്കുക. പിന്നെ സാധാരണ പോലെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ക്യാമറ സെലക്ട് ചെയ്യുന്നു, ക്യാമറ ഓപ്ഷൻസിലേക്ക് പോകുന്നു, കോംപിഫൈ, ന്യൂ ക്യാമറ പ്രൊജക്ട് നോട്ട് ഗ്രൂപ്പ് പ്രസ് ചെയ്യുക. അത്രേ ഉള്ളൂ. ദെൻ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. നമ്മളിവിടെ വന്ന് ഷിഫ്റ്റ് ഇവിടെ ഈ ഗ്രൂപ്പിലേക്ക് ക്യാമറ പ്രൊജക്റ്റ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആഡ് ആകും. അതാണ് എൻ്റെ പ്രത്യേകത. ഈ ഗ്രൂപ്പിനെ നമ്മൾ നേരെ വെക്ടറിലേക്ക് കണക്ട് ചെയ്തു. സിമ്പിൾ. നമ്മളതിൻ്റെ പ്രിവ്യൂ നോക്കാം. ഇനി ഇത് എവിടെ പോയാലും അത് പ്ലേ ആകും. കണ്ടില്ലേ? പിന്നെ ഒരു മിനിറ്റ് ക്യാമറ ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്യട്ടെ. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാമറ പ്രൊജക്ഷൻ ചെയ്യുന്നത്. ബ്ലെൻഡറിൻ്റെ ഡിഫോൾട്ട് ക്യാമറ പ്രൊജക്ഷൻ ആണെങ്കിൽ ഇഷ്ടംപോലെ എഡ്ജ് ലൂപ്സ് ആവശ്യമുണ്ടാകും. അത് നമുക്ക് മോഡൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു പ്ലെയിൻ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് ചെയ്യാം. ഈ ക്യാമറയൊക്കെ ട്രാക്ക് ചെയ്ത് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നേരെ അത് അലൈൻ ചെയ്യാൻ നോക്കുമ്പോൾ ഒരു പ്രശ്നം സംഭവിക്കും. കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഏതാണ്ട് അലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത സീനിലേക്ക് പോകുമ്പോൾ അത് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് മാറുകയാണ്. ഇതിനുള്ളൊരു ഈസി പരിപാടിയാണ്. ക്യാമറ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് എസ്, കഴ്സർ ടു ആക്റ്റീവ്. അപ്പോൾ കഴ്സർ നേരെ ക്യാമറയുടെ ഇതിലേക്ക് വരും. എന്നിട്ട് ഇത് വന്നിട്ട് 3D കഴ്സർ സെലക്ട് ചെയ്യുക, ക്യാമറയിലേക്ക് പോവുക, മറ്റൊരു ആംഗിളിലേക്ക് എടുക്കുക, സാധാരണ പോലെ സ്കെയിൽ ചെയ്യുക. 90% സീൻസിൽ ഇത് വർക്കാകും. ഇനി അടുത്തത് പ്ലെയിൻ അല്ലെങ്കിൽ ജെറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ആസ് യൂഷ്വൽ സ്കെച്ച് ഫാബ് സെർച്ച് ചെയ്യുക, ഡൗൺലോഡബിൾ. നമുക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട മോഡൽ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഒരെണ്ണം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നേരെ നമുക്ക് പരിപാടിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു കർവ് ആഡ് ചെയ്യാം. അതിനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, കർവ്, ബെസിയർ കർവ്, എന്നിട്ട് സ്കെയിൽ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ആംഗിളിലേക്ക് ഇതിനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിലേക്ക് പോകും. നമ്മൾ ആ ഒരു കർവ് വെച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പുതിയ പോയിൻ്റ് ആഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, സബ് ഡിവൈഡ്. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത പ്ലെയിൻ്റെ മോഡൽ. ഇത് ഓരോന്നും ഇൻഡിവിജ്വൽ പാർട്സാണ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിലും ഒരു എംറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഇതാ ഈ എഡ്ജുമായിട്ട് പാരൻ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്തിലൂടെ അനിമേറ്റ് ചെയ്യണം. കാരണം നമ്മൾ ആൾറെഡി ഒരു കർവ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കർവിനെ അടിസ്ഥാനമാക്കി വേണം ഇതിങ്ങനെ പറന്ന് വരാൻ. അപ്പോൾ അതിനായിട്ട് ആ പ്ലെയിൻ സെലക്ട് ചെയ്യുക, കൺസ്ട്രെയിൻസിൽ വരിക, ആഡ് ഒബ്ജക്റ്റ് കൺസ്ട്രെയിൻ, ഫോളോ പാത്ത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബെസിയർ കർവ് ഇവിടെ വന്ന് കിടക്കും. എന്നിട്ട് ഫോളോ കർവ് കൊടുക്കുക. കീബോർഡിൽ ഫുൾ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്കതിനെ ഫോക്കസ് ചെയ്യാം. നമ്മൾ ഒന്ന് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതെങ്ങനെ അനിമേറ്റ് ചെയ്യുന്നതെന്നറിയാവോ? ക്യാമറ വ്യൂയിലേക്ക് വരിക. ഈ ഓഫ്സെറ്റ് ഉപയോഗിച്ചാണ് നമ്മളിതിനെ അനിമേറ്റ് ചെയ്യുന്നത്. കർവ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ പൊക്കിയാൽ മതി. ഇനി ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ളൊരു എൻവയോൺമെൻറ്റ് ലൈറ്റിങ്ങും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ഇങ്ങനെ ഇരിക്കും.